ഹായ്, മാർക്കോവിൻ പ്രോസസ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. എന്താണ് പറയുന്നുള്ളത്? എ മാർക്കോവ് ചെയിൻ എക്സ് എൻ ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര ഓൺ സ്റ്റേറ്റ് സ്പേസ് 1, 2, 3 ഹാസ് ഇനിഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് x0 ഈക്വൽ ടു I ഈക്വൽ ടു 1/3. അതിന്റെ മീനിങ് എന്താണ്? ഇനിഷ്യൽ പ്രോബിലിറ്റി എല്ലാം 1/3 ആണ്. അതായത് 3 സ്റ്റേറ്റ്സ് ഉണ്ട്, 1ഉം 2ഉം 3ഉം. അപ്പൊ P1 എന്ന് പറയുന്നത് 1/3 ആണ്, P2 1/3, P3യും 1/3. ഇനിഷ്യൽ പ്രോബിലിറ്റി എല്ലാം 1/3 ആണ്. ഇതാണ് ഇതിന്റെ മീനിങ്. പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു I ഈക്വൽ ടു 1/3 എന്ന മീനിങ് എന്താണ്? P1 1/3, P2 1/3, P3 1/3. നമുക്ക് TPM തന്നിട്ടുണ്ട്. 3 സ്റ്റേറ്റ്സ് ആണുള്ളത്, 1ഉം 2ഉം 3ഉം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3. ഇതെങ്ങനെ ചെയ്യും? സിഗ്മ, അതായത് സമ്മേഷൻ ഓഫ് I ഈക്വൽ ടു 1 to 3 വരെയല്ലേ? 1 to 3 ആണ് 3 സ്റ്റേറ്റ്സ്. അപ്പൊ I ഈക്വൽ ടു 1 to 3. ഇനി എന്താണ്? പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3 given x0 ഈക്വൽ ടു I ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു I എന്നാണ്. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് സിഗ്മ സമ്മേഷൻ ഓഫ് I ഈക്വൽ ടു 1 to 3 പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3 ഗിവൺ, ഇത് കണ്ടുപിടിക്കുന്നതിന് പകരം ഗിവൺ x0 ഈക്വൽ ടു I ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു I. അതായത് ഇനി നമുക്ക് എന്താണ്? 1 മുതൽ 3 വരെയുള്ള സമ്മേഷൻ ആണ്. ആദ്യം 1 കൊടുക്കാം. 1 കൊടുക്കുമ്പോൾ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3 ഗിവൺ x0 ഈക്വൽ ടു 1 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 1. ഇതാണ് ഒന്നാമത്തത്. പ്ലസ് രണ്ടാമത്തേതാണ് 2 കൊടുക്കുമ്പോഴേ പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3 ഗിവൺ x0 ഈക്വൽ ടു 2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 2 പ്ലസ് മൂന്നാമത്തെ എന്താണ്? 3 കൊടുക്കുമ്പോഴേ പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3 ഗിവൺ x0 ഈക്വൽ ടു 3 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 3. ഇത്രയാണ് വേണ്ടത്. ഇതെന്താണ്? x0 നിന്ന് x2ലേക്കാണ്. അപ്പൊ എന്താണ്? പി സ്ക്വയർ, 2 ചാട്ടം ഇല്ലേ? x0 നിന്ന് x2 2 ചാട്ടം ചാടി. അപ്പൊ പി സ്ക്വയർ 1 3 അല്ലേ? 1 3 പി സ്ക്വയർ 1 3 ഇൻറ്റു ഇതെന്താണ്? P1 പ്ലസ് ഇവിടെ എന്ത് വരും? ഇതും 2 ചാട്ടമാണ്, x0യും x2ഉം. പി സ്ക്വയർ ആണ് 2 3 കണ്ടോ? പി സ്ക്വയർ 2 3 ഇൻറ്റു P2 പ്ലസ് ഇതെന്താണ്? x0 ടു x2 ആണ്. അപ്പൊ പി സ്ക്വയർ 3 3 ഇൻറ്റു P3. ഇനി എന്ത് വേണം? നമുക്ക് P അറിയാം, P സ്ക്വയർ കണ്ടുപിടിക്കണം. P ഇൻറ്റു P ആണ് P സ്ക്വയർ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് P സ്ക്വയർ കിട്ടും. P അറിയാം. P സ്ക്വയർ എന്താണ്? P ഇൻറ്റു P ആണ്. Pയും Pയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 0.43, 0.31, 0.26, 0.24, 0.42, 0.34, 0.36, 0.35, 0.329. ഇങ്ങനെ ഒരു മെട്രിക്സ് കിട്ടും. P ഇൻറ്റു P ചെയ്യുമ്പോഴത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കവിടെ P സ്ക്വയർ കിട്ടും. ഇനി എന്താണ്? ഇവിടുത്തെ സ്റ്റേറ്റ്സ് 1 to 3 ആണ്. അപ്പൊ ഈ സൈഡിലായിട്ട് 1 2 3, മുകളിലും 1 2 3. ഇനി ഓരോ നോക്കിയെടുക്കാം. പി സ്ക്വയറിലെ 1 3 എന്താണ്? പി സ്ക്വയറിലെ 1 3 1ലെ 3 0.26 ഇൻറ്റു P1 ഇനിഷ്യൽ പ്രോബിലിറ്റി 1/3 ആണ്. പ്ലസ് പി സ്ക്വയറിലെ 2 3 എന്താണ്? പി സ്ക്വയറിലെ 2 3 2ലെ 3 0.34 ഇൻറ്റു 1/3 ആണ്. P2 1/3 ആണ്. അടുത്ത് പി സ്ക്വയറിലെ 3 3 എന്താണ്? 3ലെ 3 0.29 ഇൻറ്റു 1/3. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആൻസർ 0.297 എന്നാണ്. ഓക്കെ, ഒരു പാർട്ടേ ആയുള്ളൂ. ഇനി ബാക്കി 4 പാർട്ടും കൂടെ ചെയ്യാനുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ബി പാർട്ടാണ്. ബി പാർട്ട് എന്താണ്? പ്രോബിലിറ്റി ഓഫ് x4 ഈക്വൽ ടു 2 ഗിവൺ x2 ഈക്വൽ ടു 1. ഇതെന്താണ്? x2 നിന്ന് x4ലേക്കാണ്. അപ്പൊ 2 സ്റ്റെപ്പ് വന്നു. പി സ്ക്വയർ
x2 നിന്ന് x4ലേക്ക്. അപ്പൊ 2 സ്റ്റെപ്പ് വന്നുകൊണ്ട് പി സ്ക്വയർ. പിന്നെ എന്താണ് 1 2 പി സ്ക്വയർ 1 2 ഇത്രേ ഉള്ളൂ. എന്താണ് പി സ്ക്വയർ 1 2? പി സ്ക്വയറിലെ 1 2 എന്താണ് 1 2 ഒന്നിലെ 2 ആണ്. അപ്പൊ 0.31 കണ്ടോ, സിമ്പിൾ അല്ലേ? 0.31 എന്ന് കിട്ടി. ഇനി അടുത്ത സി പാർട്ട് നോക്കി. സി പാർട്ട് എന്താണ്? പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1, x2 ഈക്വൽ ടു 2, x3 ഈക്വൽ ടു 3. ഇതെങ്ങനെ ചെയ്യും? എല്ലാം കോമയാണ്, എല്ലാം 1 സ്റ്റെപ്പ്. അതിലെന്താണ് പ്രശ്നം? നേരെ തിരിഞ്ഞാണ് കിടക്കുന്നത്. നമുക്ക് ചെറുതാണ് ഇങ്ങറ്റത്ത് വരേണ്ടത്. അപ്പൊ ഇതെങ്ങനെയാണ് തിരിച്ചെഴുതാം? അതായത് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ്, ഇതിനാദ്യം എഴുതാം x3 ഈക്വൽ ടു 3, അടുത്ത് x2 ഈക്വൽ ടു 2, അടുത്ത് x1 ഈക്വൽ ടു 1. ഇതല്ലേ അതിന്റെ ഓർഡർ, ഹയർ ടു ലോവർ. നമ്മൾ എന്നെ തിരിച്ചെഴുതി. സി പാർട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1, x2 ഈക്വൽ ടു 2, x3 ഈക്വൽ ടു 3. നമ്മൾ ഇത് തിരിച്ചെഴുതുകയാണ്, അതായത് ഹയർ ടു ലോവർ. അപ്പൊ പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 3, x2 ഈക്വൽ ടു 2, x1 ഈക്വൽ ടു 1. ഇതാണ് അതിന്റെ ആ ഓർഡർ. ഇനി എന്താണ്? 1 സ്റ്റെപ്പ് വീതമല്ലേ പോകുന്നത്? 1 സ്റ്റെപ്പ് വീതം. ഇതെങ്ങനെ എഴുതാം? അതായത് പി ആദ്യത്തത് 2 3, പി 2 3, അടുത്തെന്താണ് പി 1 2, എല്ലാം കോമ ആയതുകൊണ്ട് ഇൻറ്റു പി ഓഫ് x1 ഈക്വൽ ടു 1 കൂടെ വേണം. പി ഓഫ് x1 ഈക്വൽ ടു 1, എല്ലാം കോമയല്ലേ? എല്ലാം കോമ വരുമ്പോൾ ഇങ്ങനെയാണ്. ആ ഒരു ഓർഡറിൽ എഴുതിയിട്ട് പി 2 3, പി 1 2 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1. എന്താണ് ഈ പ്രോബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പി 1 ആണ്. അതായത് പി 2 3, പി 1 2, പി 1. എന്താണ് പി 2 3? പി ക്വസ്റ്റ്യൻ പിയില് ഇത് പി സ്ക്വയർ ആണ്. പി ഇതാണ്. പിയില് 2 3 0.2. പി 1 2 എന്താണ് 1 2 0.5. പി 1 എന്താണ് 1/3. ഇപ്പോൾ കിട്ടുന്ന ആൻസർ 0.033 ആണ്. 0.033. അപ്പൊ നമ്മൾ സി പാർട്ട് വരെ ചെയ്തു. എ ചെയ്തു, ബി ചെയ്തു, സി ചെയ്തു. ഇനിയുള്ളത് ഇതാണ്. അടുത്ത നമുക്ക് ഡി പാർട്ട് ചെയ്യാം. എന്താണ് ഡി പാർട്ട് പറയുന്നത്? പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 2, x3 ഈക്വൽ ടു 3, given x1 ഈക്വൽ ടു 1. ഇതല്ലേ? എന്ത് ചെയ്യണം? ആദ്യം ഒരു ഓർഡറിലാക്കണം. ഹയർ ടു ലോവർ ആണ്. അപ്പൊ ഹയർ ആയിരിക്കും ആദ്യം കാണേണ്ടത്. അപ്പൊ x3 ഈക്വൽ ടു 3 ആദ്യം എഴുതാം. x3 ഈക്വൽ ടു 3. അടുത്തെന്താണ് x2 ഈക്വൽ ടു 2. അടുത്ത ഗിവൺ കണ്ടീഷൻ x1 ഈക്വൽ ടു 1. അപ്പൊ നമ്മൾ ഇതേ പരസ്പരം മാറ്റിയിട്ടു. കോമയല്ലേ? ഇത് രണ്ടിനെ പരസ്പരം മാറ്റിയിട്ടു. x3 ഈക്വൽ ടു 3 ആദ്യം എഴുതി, x2 ഈക്വൽ ടു 2, ഗിവൺ x1 ഈക്വൽ ടു 1. ഗിവൺ ആണ്. അപ്പൊ എന്തൊക്കെ വരും? ഇതെല്ലാം 1 സ്റ്റെപ്പല്ലേ? x3 x2 x1 1 സ്റ്റെപ്പേ ഉള്ളൂ. അപ്പൊ പി എന്ന് എടുത്താൽ മതി. പി 2 3, പി 2 3. ഇനി എന്തും കൂടെ വേണം? ഇതും കൂടെ എടുക്കണം. പി 1 2. ഇത് രണ്ടും മതി. എല്ലാം കോമയായിട്ട് വരുമ്പോഴാണ് ഒരു ഇൻറ്റു ഒരു ലാസ്റ്റ് ടൈം കൂടെ വരുന്നത്. ഇത് ലാസ്റ്റ് ഗിവൺ അല്ലേ? അപ്പൊ ഈ രണ്ട് ടൈമേ ഉള്ളൂ. പി 2 3 ഇൻറ്റു പി 1 2. പി 2 3 എന്ന് പറയുന്നത് 2 3. നമുക്ക് എന്താണ് 1 2 3 മൂന്നെണ്ണം ഉള്ളത്. 1 2 3 1 2 3. പി 2 3 എന്താണ് 2 3 0.2. പി 1 2 1 2 0.5. രണ്ടും കൂടെ ഇന്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 0.1. അപ്പൊ ഡി പാർട്ട് വരെ ചെയ്തു. ഇനിയുള്ളത് ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇതാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പോർഷൻ. ഇത്രയും എളുപ്പമായിരുന്നു, കാരണം ഇതൊക്കെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ഇനിയുള്ള ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പുതുതായിട്ട് വരുന്നത്. അതൊരു ലെങ്തിയാണ്, അത് കൂടെ ചെയ്യാം.
പാർട്ടാണ്. ഈ പാർട്ട് എന്നാണ് പറയുന്നത് ദി ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഈ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ വെക്ടർ എന്ന് പറയുന്നത് പൈ ഈക്വൽ ടു π1 π2 π3 ഇങ്ങനത്തെ ഒരു വെക്ടറിന്റെ പേരാണ് ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ വെക്ടർ. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ കിട്ടും? The limiting probabilities are obtained by solving the system of equations pi equal to pi p and π1 plus π2 plus π3 equal to 1. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് π1 π2 π3 കിട്ടും. അങ്ങനെ നമുക്ക് ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ എന്താണ് അറിയാന്നുള്ളത്? പൈ ഈക്വൽ ടു പൈ പി. ഇത് ഫോർമുലയായിട്ട് നോക്കിക്കൊള്ളുക. പൈ ഈക്വൽ ടു പൈ പി എന്നറിയാം. പൈ ഈക്വൽ ടു പൈ പി രണ്ടും ഒരു സൈഡ് ആകുമ്പോൾ എന്താണ്? പൈ മൈനസ് പൈ പി ഈക്വൽ ടു 0. പൈ വെളിയിലാക്കാം, അല്ല തിരിച്ചെടുക്കാം. പൈ ഈക്വൽ ടു പൈ പി. അതായത് പൈ പി മൈനസ് പൈ അങ്ങോട്ട് എടുക്കാം. കുഴപ്പമില്ല, തിരിച്ചെടുത്താലും കുഴപ്പമില്ല. പൈ പി മൈനസ് പൈ ഈക്വൽ ടു 0 തിരിച്ചെടുത്തു. പൈ പി മൈനസ് പൈ ഈക്വൽ ടു 0 തിരിച്ചാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പൈ പി മൈനസ് പൈ ഈക്വൽ ടു 0. ഈ പൈയെ വെളിയിലാക്കാം. അപ്പൊ എന്ത് വരും? പൈ ഇൻറ്റു പി മൈനസ് മെട്രിക്സിന്റെ കാര്യമല്ലേ. അപ്പൊ ഇവിടുത്തെ പൈ വെക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാക്കി എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ്. ഇതൊക്കെ മെട്രിക്സ് ആണ്. അപ്പൊ ഇവിടുത്തെ പൈ വെക്കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? അവിടെ ഐഡന്റിറ്റി മെട്രിക്സ് ആണല്ലോ, 1 അല്ല, ഈക്വൽ ടു 0 എന്നാണ്. അതായത് നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ട്രാൻസ്പോസ് എടുക്കാം. ടേക്കിംഗ് ട്രാൻസ്പോസ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ടിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്ത് വരും? പി മൈനസ് ഐ ട്രാൻസ്പോസ് പൈ ട്രാൻസ്പോസ് ഈക്വൽ ടു 0 ട്രാൻസ്പോസ് എന്നല്ലേ. ടേക്കിംഗ് ട്രാൻസ്പോസ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും ട്രാൻസ്പോസ് എടുക്കുമ്പോൾ പി മൈനസ് ഐ ട്രാൻസ്പോസ് പൈ ട്രാൻസ്പോസ് ഈക്വൽ ടു 0 ട്രാൻസ്പോസ്. എന്താണ് ഈ പി മൈനസ് ഐ എന്ന് പറഞ്ഞാൽ? പി നമുക്കറിയാം, ക്വസ്റ്റിലുണ്ട്. മെട്രിക്സ് പി എഴുതുക. പി എന്താണ്? 0.1 0.6 0.3 0.5 0.4 0.2 0.2 0.4 0.3 പി എഴുതി. മൈനസ് ഐ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഡയഗണൽ മാത്രം 1, ബാക്കിയെല്ലാം 0 വരുന്ന മെട്രിക്സ് ആണ് ഐഡന്റിറ്റി മെട്രിക്സ്. 0 1 0 0 0 1 ഈക്വൽ ഇൻറ്റു. അപ്പൊ ഇതിന്റെ എന്താണ്? ഇതിപ്പം പൈ മൈനസ് ഐ ആയതേ ഉള്ളൂ. പൈ മൈനസ് ഐ ഇതിന്റെ ട്രാൻസ്പോസ് ഇൻറ്റു പൈ ട്രാൻസ്പോസ് എന്താണ്? പൈ ട്രാൻസ്പോസ് എന്ന് പറയും. പൈ എന്ന് പറയുന്നത് π1 π2 π3 അതിന്റെ ട്രാൻസ്പോസ് ആണ്. അപ്പൊ കുത്തനെ എഴുതും π1 π2 π3 ഈക്വൽ ടു 0 ട്രാൻസ്പോസ് എന്താണ്? 0 0 0. കണ്ടോ? ഇങ്ങനെ കിട്ടി. ഇനി എന്താണ്? ഇതും കൂടെ മൈനസ് ചെയ്യണം. എന്നിട്ട് ട്രാൻസ്പോസ് എടുക്കണം. എന്നിട്ട് ഈ മെട്രിക്സിനോട്ട് ഇൻറ്റു ചെയ്യണം. എന്നിട്ട് ആ ഈക്വൽ ടു 0 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് കിട്ടും. ആ 3 ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് π1 π2 π3 കിട്ടും. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യാം. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.1 മൈനസ് 1. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് കൂടെ മൈനസ് ചെയ്യും. അപ്പൊ എന്ത് വരും? മൈനസ് 0.9 മൈനസ് 0.9. അടുത്തെന്താണ്? ഇത് 0 ആയിട്ട് ഇതും 0 ആയിട്ട്. അപ്പൊ 0.5ഉം 0.4ഉം അതുപോലെ തന്നെ. അടുത്തെന്താണ്? 0.6 മൈനസ് 0 ആണ്. 0.6. 0.2 മൈനസ് 1 അപ്പൊ മൈനസ് 0.8. 0.2 മൈനസ് 0 0.2. അടുത്ത് 0.3 മൈനസ് 0 0.4 മൈനസ് 0. അപ്പൊ അത് രണ്ടും സെയിം ആണ്. 0.3 0.4. അടുത്ത് വരുന്ന എന്താണ്? 0.3 മൈനസ് 1 അതായത് മൈനസ് 0.7. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. ഇൻറ്റു അടുത്ത സ്റ്റെപ്പ് എന്താണ്? π1 π2 π3 ഈക്വൽ ടു 0 0 0. ഇതല്ലേ? ഇതിന്റെ ട്രാൻസ്പോസ് എന്താണ്? റോ എടുത്ത് കോളമായിട്ടും കോളത്തിലുള്ള റോ ആയിട്ട് എഴുതിയാൽ മതി. ഈ ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആയിട്ട് എഴുതാം. മൈനസ് 0.9 0.5 0.4. കണ്ടോ? ഫസ്റ്റ് റോ ബിക്കംസ് ഫസ്റ്റ് കോളം. സെക്കൻഡ് റോ ബിക്കംസ് സെക്കൻഡ് കോളം. 0.6 മൈനസ് 0.8 0.2. തേർഡ് കോളം ബിക്കംസ് തേർഡ് റോ ബിക്കംസ് തേർഡ് കോളം. 0.3 0.4 മൈനസ് 0.7. നമ്മൾ ട്രാൻസ്പോസ് എടുത്ത് കഴിഞ്ഞു. ഇനി എന്താണ്? ഇൻറ്റു π1
പൈ 2 പൈ 3 ഈക്വൽ ടു 0 0 0 ഉണ്ടോ? അപ്പൊ KTUവിന്റെ പഴയ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും മാർക്കൗട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു ഇതിവിടെ ചോദിക്കാറുണ്ട്, ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അത് ഇതുപോലെ ചെയ്യുന്നതാണ്. ഇനി എന്താണ്, നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇതല്ലേ പറഞ്ഞത്, മൈനസ് 0.9 പൈ 1 പ്ലസ് 0.6 പൈ 2 പ്ലസ് 0.3 പൈ 3 ഈക്വൽ ടു 0. ഒരു ഇക്വേഷൻ. അടുത്തെന്താണ്, സെക്കൻഡ് കോളത്തിനെ എടുത്ത് ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0.5 പൈ 1 മൈനസ് 0.8 പൈ 2 പ്ലസ് 0.4 പൈ 3 ഈക്വൽ ടു 0. അടുത്തെന്താണ്, തേർഡ് റോയും ഈ കോളമായിട്ട് 0.4 പൈ 1 പ്ലസ് 0.2 പൈ 2 മൈനസ് 0.7 പൈ 3 ഈക്വൽ ടു 0 എന്നാണ്. ഇനി ഇത് മൂന്നും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പൈ 1 പൈ 2 പൈ 3 ഇത് മൂന്നും കിട്ടും. ഇത് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് മാനുവലി എങ്ങനെ സോൾവ് ചെയ്യാം? നമ്മൾ രണ്ട് ഇക്വേഷൻ സെലക്ട് ചെയ്തു. നമ്മൾ സോൾവ് ചെയ്യുന്ന പറയണേ, ഈ രണ്ട് ഇക്വേഷൻ സെലക്ട് ചെയ്തു. ഏതെങ്കിലും എണ്ണം മതി, ഏതെങ്കിലും രണ്ട് ഇക്വേഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ആദ്യ രണ്ട് ഇക്വേഷൻ സെലക്ട് ചെയ്തു. ഇനി എന്താണ്, അപ്പൊ ഇതിന്റെ ആവശ്യം കഴിഞ്ഞല്ലോ. പൈ 1 ഈക്വൽ ടു മൈനസ് പൈ 2 ഈക്വൽ ടു പൈ 3. ഇങ്ങനെയല്ല, ബൈ ഉണ്ട്, ബൈ രണ്ടാമതൊരു മൈനസ് ഉണ്ട്. ആദ്യം പൈ 1, അടുത്ത് മൈനസ് പൈ 2, അടുത്ത് പൈ 3 ആണ്. ഈ പൈ 1 ബൈ എന്ത് വരും? പൈ 1 എടുക്കുമ്പോഴത്തേക്ക് പൈ 1ന്റെ പോയിട്ട് ബാക്കി രണ്ടിന്റെയും കോഎഫിഷ്യന്റ് ഡിറ്റർമിനന്റ് 0.6 0.3 ഡിറ്റർമിനന്റ് 0.6 0.3. അടുത്തെന്താണ്, മൈനസ് 0.8 0.4 മൈനസ് 0.8 0.4 കണ്ടോ? അടുത്ത് പൈ 2 എടുക്കുമ്പോൾ മൈനസ് പൈ 2 വേണം. പൈ 2ന്റെ അത് വിട്ടിട്ട് ബാക്കി രണ്ടും എന്താണ്? ഡിറ്റർമിനന്റ് മൈനസ് 0.9 0.3 0.5 0.4 ഇതല്ലേ. അടുത്ത് പൈ 3 ബൈ പൈ 3 എടുക്കുമ്പോൾ എന്താണ്? ആ ലാസ്റ്റ് പോയിട്ട് ബാക്കി രണ്ടും മൈനസ് 0.9 0.6 0.5 മൈനസ് 0.8 ഇങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പൊ എന്ത് വരും? പൈ 1 ബൈ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 0.6ഉം 0.4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.24 മൈനസ് ഓഫ് മൈനസ് ആണ്. അപ്പൊ ഇത് വലിയ പ്ലസ് ആണ് വരുന്നത്. പ്ലസ് എന്താണ്? 0.24 തന്നെയല്ലേ. ഈക്വൽ ടു രണ്ടാമതൊരു മൈനസ് പൈ 2 ഉണ്ട്. അത് ഫോർമുലയിൽ ഒരു മൈനസ് പൈ 2 ഉണ്ട്. അതാണ് എന്താണ് ഇതിന്റെ പ്രോഡക്റ്റ്? മൈനസ് 0.36 മൈനസ് 0.15 അല്ലേ. അടുത്തെന്താണ്? പൈ 3 ബൈ എന്താണ് ഡിറ്റർമിനന്റ്? ഇത് രണ്ടും കൂടെ ഇൻഡ് ചെയ്യുമ്പോഴേ 0.72 മൈനസ് 0.30 ഇതല്ലേ. അപ്പൊ എന്ത് കിട്ടും? പൈ 1 ബൈ 0.48 ഈക്വൽ ടു മൈനസ് പൈ 2 ബൈ മൈനസ് ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 0.51 പൈ 3 ബൈ ഇത് മൈനസ് ചെയ്യുമ്പോൾ 0.32. ഇത് മൂന്നും ഈക്വൽ ആണ്. ഇത് മൂന്നും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇതിന് എന്ത് പറയാം? കെ എന്ന് പറയാം. മൂന്നും ഈക്വൽ ടു കെ എന്ന് പറയാം. ഇങ്ങനെയാണ് ചെയ്യണം. മൂന്ന് ഈക്വൽ ടു കെ എന്ന് പറയാം. അങ്ങനെ എന്താണ്? പൈ 1 ഈക്വൽ, അതായത് പൈ 1 ബൈ 0.48 ഈക്വൽ ടു കെ അല്ലേ. അതേപോലെ ഇത് മൈനസ് വെട്ടി കളയാലോ. പൈ 2 ബൈ 0.51 ഈക്വൽ ടു കെ അല്ലേ. ഇത് ഓരോന്നും കെ അല്ലേ. പൈ 3 ബൈ 0.32 ഈക്വൽ ടു കെ അല്ലേ. ഇത് ഓരോന്നും കെ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൈ 1 എന്താണ്? പൈ 1 എന്ന് പറയുന്നത് 0.48 കെ. പൈ 2 എന്താണ്? 0.51 കെ. പൈ 3 എന്താണ്? 0.32 കെ. ഇനി എന്താണ് കെ എന്ന് നോക്കാം. നമ്മളിപ്പോ ഒരു ഇക്വേഷന്റെ കാര്യം മാത്രമേ ചെയ്ത് വന്നുള്ളൂ. അതായത് പൈ ഈക്വൽ ടു പൈ പി, അത് മാത്രം ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടിയത്. ഇനി എന്തും കൂടെ വേണം? ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. പൈ 1 പ്ലസ് പൈ 2 പ്ലസ് പൈ 3 ഈക്വൽ ടു 0. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടേണ്ടത് അല്ല 1.
ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടണം. ഇതുകൊണ്ട് ഒരു കണ്ടീഷൻ. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ അതായത് പൈ ഈക്വൽ ടു പൈ പിയും പിന്നെ ഇതും കൂടെ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ π1 π2 π3 കിട്ടുന്നത്. അപ്പൊ പൈ ഈക്വൽ ടു പൈ പി ചെയ്തപ്പോഴാണ് നമുക്ക് ഇതുവരെ കിട്ടിയത്. ഇനി എന്താണ്, ഇതും കൂടെ സോൾവ് ചെയ്യണം. ഇതും കൂടെ ചെയ്യുമ്പോൾ എന്ത് വരും? വി ഹാവ് π1 പ്ലസ് π2 പ്ലസ് π3 ഈക്വൽ ടു 0. 0 അല്ല 1. π1 പ്ലസ് π2 പ്ലസ് π3 ഈക്വൽ ടു 1. എന്താണ് π1? 0.48k. π2 എന്താണ്? 0.51k പ്ലസ് π3 എന്താണ്? 0.32k ഈക്വൽ ടു 1 ആണ്. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.41k ഈക്വൽ ടു 1 എന്നാണ്. അപ്പൊ k എത്ര വരും? 1/1.41 k കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ π1 എന്താണ്? ഇത് ഓർത്തിട്ട് കൊടുത്താൽ മതിയല്ലോ. π1 എന്ത് വരും? π1 എന്ന് പറയുന്നത് 0.48k ആണ്. π1 ഈക്വൽ ടു 0.48k. അപ്പൊ എന്ത് വരും? 0.48/1.41. രണ്ട് സ്ഥലം മാറ്റാനായിട്ട് 100 കൊണ്ട് ഇന്റു എന്ത് വരും? 48/141. അടുത്ത് π2 എന്താണ്? π2 0.51k. 0.51k അതായത് 0.51/1.41. 51/141 അല്ലേ? അടുത്ത് π3 എന്താണ്? 0.32k അതായത് 0.32/k എന്താണ്? 1.41. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും? മൾട്ടിപ്ലൈ ബൈ 100 വീതം ചെയ്യുമ്പോഴത്തേക്ക് 32/141 എന്ന് കിട്ടും. കണ്ടോ? π1 π2 π3 ഇതിന്റെ മൂന്നിന്റെ വാല്യൂ കിട്ടി. വേണമെങ്കിൽ ഇതിന്റെ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടൊന്ന് വെട്ടിയെടുക്കാം. വെട്ടിയെടുക്കുമ്പോൾ എന്ത് വരും? ആദ്യത്തേത് 16/47 എന്ന് വരും. 16/47 അതായത് 3 കൊണ്ടായിരിക്കും വെട്ടിയത്. മുകളിൽ താഴെ 3 കൊണ്ട് വെട്ടിയപ്പോൾ 16/47. രണ്ടാമത്തത് 17/47. മൂന്നാമത്തത് 14/47. അപ്പൊ എന്ത് കിട്ടിക്കഴിഞ്ഞു? ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. എങ്ങനെ എഴുതാം? ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് അതിന്റെ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ പാർട്ട്. ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് എന്താണ്? π1 equal to 16/47, π2 equal to 17/47, π3 equal to 14/47. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? നമ്മൾ ആ മെട്രിക്സ് ഫോമില് 16/47, 17/47, 14/47 which is the limiting distribution. മനസ്സിലായില്ലേ? ഇത് ഒരു KT ക്വസ്റ്റ്യൻ വിട്ട് കിടന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മാർക്കോ ചെയ്യാൻ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്? 1, 2, 3. ഇനിഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത് P of x0 equal to 1.1 ആണ്. P of x0 equal to 2.4 ആണ്. P of x0 equal to 3.5 ആണ്. പിന്നെ TPയും Pയും തന്നിട്ടുണ്ട്. ഇത് ഓർമ്മ കണ്ടുപിടിക്കണം. ആദ്യം എന്താണ് വേണ്ടത്? എ പാർട്ട് പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 2 ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനും ഇതേപോലത്തെ ഒരെണ്ണം ചെയ്തായിരുന്നു. ഇതെങ്ങനെ ചെയ്യും? സിഗ്മ I ഈക്വൽ ടു സ്റ്റേറ്റ്സ് എന്തൊക്കെയാണ്? 1 മുതൽ 3 വരെ. 1 to 3. പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 2 ഗിവൺ എന്താണ്? x0 ഈക്വൽ ടു I ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു I. ഇതാണ് ഇതിന്റെ ഫോർമുല. അതായത് സ്റ്റേറ്റ്സ് 1 മുതൽ 3 വരെയാണ്. അപ്പം സിഗ്മ I ഈക്വൽ ടു 1 to 3. ഇത് എഴുതി. പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 2 ഗിവൺ x0 ഈക്വൽ ടു I ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു I. എന്നാലും എന്താണ്? കുറച്ച് സ്റ്റെപ്പ് കൂടുതലായിട്ട് വരും. കുറച്ച് സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യും? നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്തല്ലോ. അപ്പൊ എങ്ങനെയാണ്? ആദ്യം നമുക്കിത് 1 വരുമ്പോഴത്തേക്ക് എന്താണ്? ആദ്യം ഇവിടെ 1 വരുന്നു, അടുത്ത് 2 വരുന്നു, അടുത്ത് 3 വരുന്നു, അതല്ലേ? അപ്പൊ ആദ്യം 1 വരാണെങ്കിൽ ഇവിടെ എന്ത് വരും? രണ്ട് സ്റ്റെപ്പ് ഞാൻ കുറച്ച് പറയാണ്. ഇവിടെ ആദ്യം 1 വരുമ്പോൾ ഇവിടെ 1 വരും. 1, 2 അതെ അതിലാണ് 0-ൽ നിന്ന് 3-ലേക്കാണ്. x3 x0. അപ്പൊ p ക്യൂബില് ഇത് 1 കൊടുക്കുമ്പോൾ 1 2, p ക്യൂബില് 1 2. ഇതെന്താണ്? 1 കൊടുക്കുമ്പോൾ p1 അല്ലേ? പ്ലസ് സിമ്പിൾ ആയിട്ട് എഴുതുകയാണേ. നമ്മൾ ഡീറ്റെയിൽ സ്റ്റെപ്പ് എഴുതി നേരത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഇനി 2 വരുമ്പോൾ എന്താണ്? 2 വരുമ്പോഴേ ഇവിടെ x0 ഈക്വൽ ടു 2 എന്ന് വരും. അപ്പൊ എന്താണ്? 2 2 2 2 p ക്യൂബിലെ 2 2
ഇവിടെ 2 വരുമ്പോൾ P2 അല്ലേ? അടുത്ത ഇവിടെ 3 വരുമ്പോഴത്തേക്ക് P ക്യൂബ് 3 3 വരുമ്പോൾ 3 P ക്യൂബ് 3 ഇങ്ങനെ കാര്യമില്ല. 3 P3 കുറച്ച് സ്റ്റെപ്പ് ഞാൻ കുറച്ച് എഴുതി. ആദ്യം ഇവിടെ 1 വരുമ്പോഴത്തേക്ക് എന്താണ് 0 x3 x0 ആണ്. അപ്പോൾ P ക്യൂബിലാണ്. P ക്യൂബിലത് ഇവിടെ 1 വരുമ്പം 1 2 P ക്യൂബ് 1 2 2 വരുമ്പം P ക്യൂബ് 2 2 3 വരുമ്പം P ക്യൂബ് 3 2. ഇനി ഇൻറ്റു എന്താണ് 1 വരുമ്പോൾ P1 2 വരുമ്പോൾ P2 3 വരുമ്പോൾ P3. അപ്പോൾ നമുക്ക് P ക്യൂബ് വേണം. P അറിയാം. P ആണ് ഈ മെട്രിക്സ് അറിയാന്നുള്ളത്. ഇതാണ് ഇത് P ആണ്. അപ്പൊ P ക്യൂബ് എന്താണ്? P ക്യൂബ് P ഇൻറ്റു P ഇൻറ്റു P. P സ്ക്വയർ ആകുമ്പോൾ P ഇൻറ്റു P കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരിക്കൽ കൂടെ P ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് P ക്യൂബ് കിട്ടും. അപ്പൊ P ക്യൂബ് കണ്ടുപിടിക്കണം. P ക്യൂബ് കിട്ടുന്നത് 0.40 0.10 0.50. അപ്പൊ കാൽക്കുലേറ്ററിൽ P ക്യൂബ് കണ്ടുപിടിക്കാനൊക്കെ ഉള്ള വർക്ക് ഫെമിലിയർ ആയിരിക്കണം. 0.36 0.15 0.49 നമുക്ക് മാനുവലി ഇത് ചെയ്യാൻ പറ്റും. പക്ഷെ കുറെ സമയം എടുക്കും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് വരുമ്പോൾ കുറെ സമയം എടുക്കും. ചിലപ്പോൾ തെറ്റി പോകും. അതിനെക്കാളും കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ പഠിച്ചിരിക്കുക. 0.35 0.11 0.54 ഇത് P ക്യൂബ് ആണ്. എന്തൊക്കെയാണ് സ്റ്റേറ്റ്സ്? 1 2 3 ആ സൈഡിൽ എഴുതും. 1 2 3 1 2 3. ഇനി എന്താണ് P ക്യൂബിലെ 1 2? P ക്യൂബിലെ 1 2 എന്ന് പറഞ്ഞാൽ P ക്യൂബിലെ 1 2 0.10 ഇൻറ്റു P1 എന്താണ്? P1 ക്വസ്റ്റിൽ പറയുന്നുണ്ട് 0.1 പ്ലസ് P ക്യൂബിലെ 2 2 എന്താണ്? P ക്യൂബിലെ 2 2 0.15. P2 എന്താണ്? P2 0.4 പ്ലസ് P ക്യൂബിലെ 3 2 P ക്യൂബിലെ 3 2 0.11 0.11 ഇൻറ്റു P3 എന്താണ്? ഇവിടെ ഉണ്ട് 0.5. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0.12 എന്നാണ്. നമ്മൾ ഒരു പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് ബി പാർട്ടുണ്ട്. ബി പാർട്ട് നോക്കാം. ഇത് കുറച്ച് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 x4 ഈക്വൽ ടു 2 x5 ഈക്വൽ ടു 3. ഇതിന്റെ ഓർഡർ എന്താണ്? ലോവർ ടു ഹയർ ആണ്. അപ്പൊ ഓർഡർ തിരിച്ചിടണം. ഹയർ ടു ലോവർ എഴുതണം. അപ്പൊ എന്ത് വരും? ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ആദ്യം x5 എഴുതാം. x5 ഈക്വൽ ടു 3. അടുത്ത് x4 ഈക്വൽ ടു 2 x3 ഈക്വൽ ടു 1. ഇങ്ങനെ ഇല്ലേ? ഹയർ ടു ലോവർ. ഇനി ഇതിന്റെ എന്താണ് വരുന്നത്? ഇതെല്ലാം ഇനി സിംഗിൾ സ്റ്റെപ്പ് ആണല്ലോ. അപ്പൊ P നിർത്താൻ മതി. P 2 3 P 2 3. അടുത്തെന്താണ്? P12 P12. ഇനി എന്താണ്? ലാസ്റ്റ് കൂടെ വേണം. എല്ലാം കോമയില്ലേ? ലാസ്റ്റ് കൂടെ വേണം. പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1. എന്താണ് ഈ x3 ഈക്വൽ ടു 1? പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 നമ്മുടെ ഇനിഷ്യൽ പ്രോബിലിറ്റി ഉള്ള എന്താണ്? പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 1 അറിയാം. പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 2 അറിയാം. പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 3 ഒക്കെ അറിയാം. പക്ഷെ ഇതെന്താണ്? പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇത് ഈ ആദ്യത്തെ പാർട്ട് ചെയ്ത പോലെ ചെയ്തെടുത്താലേ കിട്ടുള്ളൂ. പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 2 നമ്മൾ ഈ പാർട്ട് ചെയ്തായിരുന്നു. ഇവിടെ എന്താണ്? പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 ചെയ്ത് നോക്കണം. എന്നാലേ അവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റുള്ളൂ. എന്താണ് P23 എന്ന് പറയുന്നത്? P യിലെ 2 3. ഇതിപ്പം സ്റ്റേറ്റ്സ് 1 2 3 1 2 3. P യിലെ 2 3 എന്താണ്? 2 യിലെ 3 0.90. P12 എന്താണ്? 1 ലെ 2 0.30. ഇനി എന്ത് വേണം? പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 കൂടെ ചെയ്താലേ ഇത് ഫിനിഷ് ആവുള്ളൂ. അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഇട്ടേക്കാം. ഇനി എന്താണ്? നമുക്ക് പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 കൂടെ ചെയ്തുകൊണ്ട് വരാം. ഇതൊക്കെ വേണം. P ക്യൂബ് ഒക്കെ വേണം. ഇവിടെ ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെങ്ങനെ ചെയ്യും? സിഗ്മ സമ്മേഷൻ ഓഫ് i ഈക്വൽ ടു 1 മുതൽ 3 വരെയാണ്. പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 ഗിവൺ എന്താണ്? x0 ഈക്വൽ ടു i ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു i. ഇതാണ് ഫോർമുല. നമുക്ക്
നമുക്ക് സിമ്പിൾ ആയിട്ട് ഇരിക്കാം, ഒരുപാട് സ്റ്റെപ്പ് എഴുതണ്ട, സിമ്പിൾ ആയിട്ട്. എന്താണ്, ആദ്യം 1 കൊടുക്കുന്നു. 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ x0 x ക്യൂബ് ആണ്. അപ്പൊ 3 ചാട്ടം. പി ക്യൂബില് 1 കൊടുക്കുമ്പോൾ 1 1, പി ക്യൂബ് 1 1 ഇൻറ്റു 1 കൊടുക്കുമ്പോൾ p1 പ്ലസ് അല്ലേ. അടുത്ത 2 ആണ്. 2 കൊടുക്കുമ്പോൾ എന്താണ്? പി ക്യൂബിലെ 2 1, പി ക്യൂബിലെ 2 1 ഇൻറ്റു p2. അടുത്ത എന്താണ്? 3 കൊടുക്കുമ്പോഴേ പി ക്യൂബിലെ 3 1, പി ക്യൂബിലെ 3 1 ഇൻറ്റു p3. ഇതല്ലേ പി ക്യൂബ് ഇവിടെ ഉണ്ട്. പി ക്യൂബിലെ 1 1 എന്താണ്? 1 1 1 1 1 0.40. എന്താണ് p1? p1 ഉണ്ടായിരുന്നു 0.1. p1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 1 ആണ് p1. അത് 0.1 ആണ്. ഇൻറ്റു പി ക്യൂബിലെ പ്ലസ് ആണ്. പി ക്യൂബിലെ 2 1 എന്താണ്? പി ക്യൂബിലെ 2 1 0.36 ഇൻറ്റു p2 എന്താണ്? p2 പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 2 ആണ് 0.4. അടുത്ത് പി ക്യൂബിലെ 3 1, പി ക്യൂബിലെ 3 1 0.35 ഇൻറ്റു p3 എന്താണ്? ആ ഇനിഷ്യൽ പ്രോബിലിറ്റി p3 0.5. ഇത് ചെയ്തു വരുമ്പോൾ കിട്ടുന്ന ആൻസർ .36 എന്ന് കിട്ടും. 0.36 ഉണ്ടോ? അപ്പൊ അതിനകത്തുള്ള ഒരു പാർട്ടേ കിട്ടിയുള്ളൂ. പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 കൂടെ കിട്ടി. അപ്പൊ ഇനി ഇക്വേഷൻ നമ്പർ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എങ്ങനെ മാറി വരും? അപ്പൊ ഇക്വേഷൻ നമ്പർ 1 എന്തായിട്ട് മാറും? ഇവിടെ എഴുതാം. 1 ബിക്കംസ് എന്തായിരുന്നു? 0.90 ഉണ്ട്. 0.90 ഇൻറ്റു 0.30 ഇൻറ്റു എന്താണ്? പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1. ഇപ്പൊ കിട്ടിയായിരുന്നു 0.36. ഇത് മൂന്നും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 0.0972 എന്ന് കിട്ടും. ഇതെന്താണ്? ബി പാർട്ടിന്റെ ആൻസർ ആണ് ഈ കിട്ടിയത്. ഇതാ ഇവിടെ തന്നെ ചെയ്ത് നോക്കാം. എന്താണ്? ഇവിടെ തന്നെ എഴുതാം. 0.90 ഇൻറ്റു 0.30 ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 എന്താണ്? ഇപ്പൊ കിട്ടിയായിരുന്നു 0.36 എന്ന്. ഇത് മൂന്നും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 0.0972. ഉണ്ടോ? ഇത്രയും ചെയ്തപ്പോഴേ ബി പാർട്ടിന്റെ ആൻസർ ആണല്ലോ. എന്താണ് പ്രശ്നം പറ്റിയത്? ഇവിടെ ലാസ്റ്റ് x3 ഈക്വൽ ടു 1 ആണ്, x0 അല്ല. അപ്പൊ പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇതുകൂടെ ചെയ്ത് വന്നപ്പോഴേ നമുക്ക് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേ ആൻസർ കിട്ടിയുള്ളൂ. അപ്പൊ എയും ബിയും ആയി. ഇനി ഒരു സി പാർട്ടും കൂടെ ഉണ്ട്. സി പാർട്ട് കുഴപ്പമില്ല, ചെയ്യാം. ഇനി ഒരു സി പാർട്ടും കൂടെ ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1, x4 ഈക്വൽ ടു 2, x5 ഈക്വൽ ടു 3, ഗിവൺ x2 ഈക്വൽ ടു 3 എന്നാണ്. ഇതിപ്പോ എന്താണ്? ഓർഡർ തിരിഞ്ഞു പോയി. നമുക്ക് ഹയർ ടു ലോവർ ആയിട്ട് എഴുതണം. അപ്പൊ ഈക്വൽ ടു എന്താണ്? പ്രോബിലിറ്റി ഓഫ് x5 ഈക്വൽ ടു 3 ആദ്യം എഴുതാം. x5 ഈക്വൽ ടു 3, x4 ഈക്വൽ ടു 2, x3 ഈക്വൽ ടു 1, ഗിവൺ x2 ഈക്വൽ ടു 3. ഇപ്പോഴാണ് നമ്മുടെ ആ 1 സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബിലിറ്റി കറക്റ്റ് ആയത്. x5, x4, x3, x2 കണ്ടോ? 1 സ്റ്റെപ്പ് വീതം. ഇതെങ്ങനെ എഴുതാം? ഗിവൺ ആണ്. അപ്പൊ ഗിവൺ ആകുമ്പോൾ എന്താണ്? ആ ഇൻറ്റു എന്നുള്ള ആ ഒരു വേണ്ട. ബാക്കി എന്ത് വരും? p23, p12, p31. ഇത്രയും മതി അല്ലേ? നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എന്താണ്? ഇൻറ്റു അടുത്ത് വരുന്നത് പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3. ഗിവൺ ആയതുകൊണ്ട് ബൈ പ്രോബിലിറ്റി ഓഫ് x2 ഈക്വൽ ടു 3 എന്ന് വരും. ഇത് രണ്ടും വെട്ടിപ്പോകും. അതുകൊണ്ടാണ് ആ സ്റ്റെപ്പ് അവിടെ വേണ്ടെന്ന് പറയുന്നത്. അപ്പൊ എന്തെടുത്താൽ മതി? നമ്മൾ ആ ലാസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നില്ല. എന്താ എടുക്കുന്നുള്ളൂ? p23, p12, p31. ഇതൊക്കെ എവിടെ നിന്നെടുക്കും? പി ക്യൂബിൽ നിന്നല്ല, പിയിൽ നിന്നാണ്. p23 0.90, p12 0.30, p31 0.55. അപ്പൊ ഇന്ത്യ ചെയ്തപ്പോ എന്ത് കിട്ടി? ഇത് മൂന്നും കൂടെ ഇന്ത്യ ചെയ്തപ്പോഴത്തേക്ക് 0.1485 എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഓർ മെത്തേഡ് പറഞ്ഞു തരാണേ. ഈ പാർട്ട് നമുക്കിവിടെ എന്ത് കണ്ടുപിടിക്കേണ്ടി വന്നു?
പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 2 കണ്ടുപിടിക്കേണ്ടി വന്നു. അതേപോലെ പിന്നെ നമ്മൾ ബി പാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എന്ത് വേണ്ടി വന്നു? പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 വേണ്ടി വന്നു. ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു സിമ്പിൾ സ്റ്റെപ്പ് ഉണ്ട്. അതായത് x3 അല്ലേ, അപ്പോൾ π3 ഈക്വൽ ടു π3 ഈക്വൽ ടു π0. 0 അല്ലേ അറിയാനുള്ളത്, ഇനിഷ്യൽ പ്രോബിലിറ്റി അറിയാം, 0 അല്ലേ അറിയാനുള്ളത്. അപ്പൊ π3 ഈക്വൽ ടു π0 ഇൻറ്റു 3 സ്റ്റെപ്പ് അല്ലേ p³. ഇങ്ങനൊരു ഫോർമുല കൊടുത്ത് സോൾവ് ചെയ്തെടുക്കാം. അതായത് x3 ഈക്വൽ ടു അല്ലേ വേണ്ടത്, അതുകൊണ്ട് π3. നമുക്ക് ഉള്ളത് ഇനിഷ്യൽ പ്രോബിലിറ്റി ആണ്, π0 അറിയാം, പ്രോബിലിറ്റി ഓഫ് x0 ഈക്വൽ ടു 1, x0 ഈക്വൽ ടു 2, x0 ഈക്വൽ ടു 3 അറിയാം. അപ്പോൾ π0 ഇൻറ്റു p³. എന്താണ് ഈ π0 എന്ന് പറഞ്ഞാൽ? ആ ഇനിഷ്യൽ കണ്ടീഷൻസ് ഒന്ന് റോ ആയിട്ട് എഴുതിക്കേ. 0.1 ആണ്, അടുത്ത് 0.4 ആണ്, അടുത്ത് എന്താണ് 0.5 ആണ്. അത് 3 ഇങ്ങനെ ഒരു മെട്രിക്സ് ആയിട്ട് എഴുതി. p³ നമ്മൾ നേരത്തെ ഒരിക്കൽ കണ്ടുപിടിച്ചായിരുന്നു. p ആണ് p³. p³ എന്ന് പറയുന്നത് 0.40, 0.10, 0.50, 0.36, 0.35, 0.15, 0.49, 0.11, 0.54 p³ എഴുതി. ഇനി ഈ രണ്ട് മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇതെടുത്ത് ഈ ഫസ്റ്റ് ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ എന്ത് വരും? 0.1 ഇൻറ്റു 0.40 പ്ലസ് 0.4 ഇൻറ്റു 0.36 പ്ലസ് 0.5 ഇൻറ്റു 0.35. അപ്പൊ ഫസ്റ്റ് എലമെന്റ് വരുന്നത് 0.36 എന്നാണ്. ഫസ്റ്റ് എലമെന്റ് 0.36. സെക്കൻഡ് എലമെന്റ് എന്താണ്? 0.1 ഇൻറ്റു 0.1, 0.4 ഇൻറ്റു 0.15, 0.5 ഇൻറ്റു 0.11 ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.12. അടുത്ത എന്താണ്? 0.1 ഇൻറ്റു 0.50, 0.4 ഇൻറ്റു 0.49, 0.5 ഇൻറ്റു 0.54 കിട്ടുന്നത് 0.52. കണ്ടോ? ഇത് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ്? ഇത് π3 ആണ്. നമുക്ക് π0 ഇതായിരുന്നു, π3 ആണ് ഈ കിട്ടിയിരിക്കുന്നത്. അതായത് π3 ആണ് ഈ കിട്ടിയ 0.36, 0.12, 0.52. ഇതിലെന്ത് പറയാം? അതേപോലെ പ്രോബിലിറ്റി ഓഫ് π3 ആണ് ഈ കിട്ടിയത്. അതിന്റെ മീനിങ് എന്താണ്? പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു ആദ്യത്തെ കേസ് 1ന്റെ പ്രോബിലിറ്റി എന്താണ്? 0.36. അടുത്ത് പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 2 വരുമ്പോൾ എന്താണ്? രണ്ടാമത്തത് 0.12. അടുത്ത് പ്രോബിലിറ്റി ഓഫ് x2 അല്ല, ഇവിടെ x3 തന്നെയാണ്, x3 അല്ലേ കണ്ടുപിടിച്ചത്. പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 3 വരുമ്പോൾ എന്താണ്? 0.52. ഉണ്ടോ? നമുക്ക് എ പാർട്ടിൽ പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 2 വേണ്ടിയിരുന്നു. അതിന്റെ ആൻസർ നോക്കിക്കേ. x3 ഈക്വൽ ടു 0.12 തന്നെയല്ലേ നേരത്തെ കിട്ടിയത്. നമ്മൾ എ പാർട്ട് നേരത്തെ ചെയ്തപ്പോൾ കിട്ടിയ എന്താണ്? 0.12 തന്നെയായിരുന്നു. അതേപോലെ ബി പാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 വേണ്ടി വന്നു. നമ്മൾ അവിടെ ചെയ്തു. അതിന്റെ വാല്യൂ എന്താണ്? 0.36 തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? നമുക്കിതെല്ലാം ഒരു സ്റ്റെപ്പിൽ കിട്ടും. പ്രോബിലിറ്റി ഓഫ് x3 ഈക്വൽ ടു 1 കിട്ടി, x3 ഈക്വൽ ടു 2 കിട്ടി, x3 ഈക്വൽ ടു 3 കിട്ടി അല്ലേ. അപ്പൊ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, താങ്ക് യു.